നീത. ഇപ്പോൾ ഇവിടെ LF നേഴ്സാണ്. ഇപ്പോൾ നിലവിൽ ഈ സമരത്തേക്ക് വന്നിരിക്കുകയാണല്ലോ. ഇപ്പോൾ എത്ര മാസത്തെ ഗർഭിണിയാണ്? ഇപ്പോൾ അടുത്ത മാസമാണ് ഇപ്പോൾ ഡേറ്റ്. അപ്പോൾ നിറവയറുമായിട്ട് ഒരു നേഴ്സ് നിങ്ങളുടെ സമരത്തിന് ഇരിക്കുകയാണ്, അതും നിരാഹാര സമരത്തോടനുബന്ധിച്ച്. അവർ നിരാഹാരം ഇരിക്കുന്നതല്ല എങ്കിൽ തന്നെ നിരാഹാര സമരത്തിൽ കൂടെ അവരുമുണ്ട്. പേരെന്താണെന്നോട് പറയുന്നത്? ഗീത. നിത. ഓക്കെ. എവിടെ വീട്? ചെറങ്ങര. ശരിക്കും അങ്കമാലി തന്നെയാണ്. അപ്പോൾ അങ്കമാലി ജോസ്പുരംകാരിയാണ്. അങ്കമാലി ടൗണിലുള്ള ഒരുപാട് നേഴ്സുമാർ നമ്മുടെ LF ജോലി ചെയ്തും ഇപ്പോൾ ചെയ്യുന്നുമുണ്ട്, ചെയ്തു പോയിട്ടുമുണ്ട്. നമുക്കറിയാം ഇവിടെ എല്ലാവരും പലരെയും നമുക്ക് പരിചയമുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നേറ്റീവ് ജോസ്പുരംകാരിയായിട്ടുള്ള നിത എന്ന നേഴ്സാണിത്. ഇത്ര കഷ്ടപ്പാടിലും അവർ ഈ നേഴ്സുമാരോടൊത്ത് സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ തമ്മിലുള്ള ഐക്യമാണ് ഇതിനകത്ത് പ്രകടിപ്പിച്ച് വരുന്നത്. ആദ്യം മുതൽ സമരത്തിനുണ്ടായിരുന്നു, എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല, ഇപ്പോഴും ശ്രദ്ധപ്പെട്ടതുകൊണ്ടാണ്. എന്തായാലും വളരെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കാരണം ഇത്ര ബുദ്ധിമുട്ടിലും ഈ സമരം ഇരിക്കാൻ, ഇത് കാണാൻ കണ്ണില്ലാത്ത മാനേജ്മെൻറ്റിന് എതിരെയാണ് മീഡിയ അടക്കമുള്ള ഞങ്ങൾ പ്രതികരിക്കുന്നത്. കാരണം മാനേജ്മെൻറ്റ് എത്രയും പെട്ടെന്ന് തീർക്കേണ്ട സമരത്തെ വലിച്ചു നീട്ടിക്കൊണ്ട് പല കാരണങ്ങൾ പറഞ്ഞ് തീർക്കാതെ ആക്കി വച്ചിരിക്കുന്നു. ഇനി അവർക്ക് ഈഗോൻ്റെ പ്രശ്നമുണ്ട്. ഈഗോ ക്ലാഷ് വന്നത് അവരാണോ നേഴ്സുമാരാണോ വലുത് എന്ന രീതിയിൽ അവർ ചർച്ചകൾ അവരുടെ ഗ്രൂപ്പിലും പുറത്തുമായിട്ട് ചർച്ചകൾ നയിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശ്രമം ഒരിക്കലും ഇവിടുത്തെ പൊതുജനത്തിൻ്റെ ഭാഗത്ത് സ്വീകാര്യത ഉണ്ടാവില്ല. കാരണം ഇവിടുത്തെ പൊതുജനങ്ങൾ എന്നും ഇവിടുത്തെ ജോലിക്കാരോടൊപ്പം നിന്നേക്കുന്നവരാണ്. ഇവർ മാനേജ്മെൻറ്റ് എന്തെങ്കിലും കുഴപ്പക്കേട് കാണിക്കുമ്പോൾ അതിനെതിരെ ഇവിടെ നിന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഇവിടെ അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ നടത്തിയ സമരത്തിൽ ആൾക്കാർ കൂവി വിട്ടത്. അതുപോലെ മാനേജ്മെൻറ്റ് സ്വയം അവരുടെ അഭിമാന ഹത്യയ്ക്ക് കാരണമാവാതെ ഈ സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നാണ് ഇവിടുത്തെ സമൂഹത്തിന് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇതുപോലൊരു കാഴ്ച നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. ഇദ്ദേഹം പൂർണ്ണ ഗർഭിണിയായ ഇദ്ദേഹം ഇതുപോലൊരു സാഹചര്യത്തിൽ സമരത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ വൈകാരികത നമുക്ക് മനസ്സിലാക്കാം. സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ എന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു. ഒരു അമ്മ മാത്രമല്ല, ജനിച്ചു വീഴാവുന്ന ഒരു കുഞ്ഞും കൂടെ സമരത്തേക്ക് വന്നിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവന് ശരിക്കും ഒരു സമര പോരാളികളുടെ പേര് തന്നെ ഇടണമെന്നാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരും ഒരു വരും തലമുറയ്ക്ക് വേണ്ടി പോരാടുന്ന, ജനിച്ചു വീഴുന്നതിന് മുമ്പേ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊരു അത്ഭുതം തന്നെയാണ്.